വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ അപ്ഡേറ്റാണ് പറയാൻ വേണ്ടി പോകണം. അതായത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ജനപ്രിയ നായകൻ ദിലീപ് രജനീകാന്തിൻ്റെ കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ റോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ റൂമറായിരുന്നു. പക്ഷേ ആ ഒരു റൂമർ ഏതാണ്ട് ഇപ്പോൾ ഒരു നടക്കുന്ന പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് കൂലി എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജ് രജനീകാന്ത് പടത്തിൽ ജനപ്രിയ നായകൻ ദിലീപ് ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഇതുള്ള കാര്യമാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന നേരത്ത് ലോകേഷ് തൻ്റെ പടത്തിൽ ഒരു മലയാള നടനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന സ്പേസും കാരണമൊക്കെ എത്ര നമുക്ക് വിക്രം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. എത്ര ഒരു ലെവലിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ, അതും ഈ ഫഹദ് ഫാസിൽ, നരയൻ, ചെമ്പൻ വിധനൊക്കെ നമ്മൾ വിക്രം സിനിമയിൽ കണ്ട ഒരു കാരണം നമുക്കറിയാം. അപ്പോൾ ഈ കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ ജനപ്രിയ നായകൻ ദിലീപിനെ ലോകേഷ് കനകരാജ് ഉപയോഗിക്കാൻ വേണ്ടി പോണത് രജനീകാന്തിൻ്റെ ഒരു വില്ലൻ റോളാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകണം. നെഗറ്റീവ് കഥാപാത്രമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണെങ്കിൽ ഈ രജനീകാന്ത് ദിലീപ് കോമ്പിനേഷൻ വരുന്ന ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, നമുക്ക് അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒരു നോക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് എക്സ്പെക്റ്റേഷൻ ലെവൽ വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു സിനിമ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ഉയർച്ചയായിരിക്കും കാണാൻ വേണ്ടി പോകുന്നത്. കാരണം പുള്ളിയുടെ ഒരു സിനിമാ ജീവിതം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഒരു ലെവലിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരുപാട് സിനിമ ഇറങ്ങുന്നെങ്കിൽ ഇപ്പോൾ അത് മികച്ച വിജയമോ കാര്യങ്ങളൊന്നും നേടുന്നില്ല. പക്ഷേ കൂലി എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജ് സിനിമയിൽ ജനപ്രിയ നായകൻ ദിലീപ് ഒന്നിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ബ്രേക്കായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. വീഴ്ചയിലേക്ക് ഒരുപാട് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം നോക്കാം, നമുക്ക് ആ ഒരു രീതിക്കാണെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ആ ഒരു റോളും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. രജനീകാന്തായിട്ടുള്ള ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഇപ്പോൾ കൂലി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു ഇതായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു കാര്യം. എവിടെയും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ കേൾക്കുന്ന റൂമെല്ലാം കുറച്ച് കാരണമൊക്കെ ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം. ജനപ്രിയ നായകൻ ദിലീപ് ഓൺ ബോർഡ് ഓൺ കൂലി എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യൽ അനുസരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ ഈ ഒരു കൂലി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് ജൂൺ 10 സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന അതോടുകൂടെയാണ് ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. കൂലി എന്ന സിനിമയിൽ ജനപ്രിയ നായകൻ ദിലീപ് ആയിരിക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അപ്ഡേറ്റ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു കൺഫേമാണ്. നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റു സിനിമ ഇഷ്ടം വന്നിരിക്കുന്നത് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.